മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി ഫക്രുന്നിസയുടെയും സീമന്തപുത്രനായിരുന്ന ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിലേക്കാണ് നമ്മുടെ യാത്ര. ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദരാലിയാണ് ഇതിന്റെ പണി തുടങ്ങി വെച്ചതെങ്കിലും പണി തീർത്ത് ഇവിടെ താമസിച്ചു പോന്നത് ടിപ്പു സുൽത്താനായിരുന്നു. 1784 പണി കഴിപ്പിച്ച ഈ കൊട്ടാരം ടിപ്പുവിൻ്റെ സമ്മർ പാലസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദരിയ ദൗലത്ത് എന്ന പേരും ഈ പാലസിനുണ്ട്. ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മൈസൂരിൽ നിന്നൊരു 15 കിലോമീറ്റർ ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. 18ാം ശതകത്തിൽ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ശരിക്കുള്ള പേര് ഫത്തഹ് അലി ഖാൻ ടിപ്പു. നല്ല അടിപൊളിയായ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാലസാണത്. ഇതിൻ്റെ അങ്ങേ അറ്റത്താണ് ഈ പാലസ് നിൽക്കുന്നത്. ഇൻഡോ ഫസനിക് രീതിയിലാണ് ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലസിനകത്തും പുറത്തും ചിത്രപ്പണികൾ ചെയ്യാത്ത ഒരു സ്ഥലം പോലും ഉണ്ടായില്ല. അത് മാഞ്ഞു പോകാതെ ഇരിക്കാനും അതിൻ്റെ കളവുകൾക്ക് ഭംഗം വരാതെ ഇരിക്കാനുമാണ് ഈ പച്ച കർട്ടൻ ഉപയോഗിച്ച് മറച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു മ്യൂസിയവും കൂടിയുണ്ട്. ഈ പാലസിൽ ഉപയോഗിച്ചതും ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന തലപ്പാവും ഡ്രസ്സും വാളുകളും പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ കൊടുത്ത സമ്മാനങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ മ്യൂസിയത്തിൽ ഉള്ളത്. ഇതിനകത്ത് മൊബൈൽ ഫോണിലോ ക്യാമറയിലോ വീഡിയോഗ്രാഫി ഇവിടെ അനുവദിക്കുന്നതല്ല. ഈ പാലസ് ഇപ്പോൾ കർണാടക ഗവൺമെന്റിന്റെ അധീനയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർ പ്രത്യേകമായുള്ള ഒരു സ്കാനറിലുള്ള ലിങ്ക് ഓപ്പൺ ചെയ്ത് അതിൽ ആധാർ കാർഡ് മുതലായവ പൂരിപ്പിച്ച് ക്യാഷ് ഓൺലൈനിൽ തന്നെ അടച്ചു വേണം പാലസിന്റെ അകത്തേക്ക് കയറാൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, പാലസിന്റെ അകത്തേക്ക് കടക്കാൻ ഓൺലൈൻ പേയ്മെന്റ് മാത്രം നടക്കുകയുള്ളൂ.